ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹിമപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. വളരെ വാല്യുബിളായിട്ടുള്ള മെസ്സേജാണ് ദൈവവചനത്തിൽ നിന്ന് ഈ നാളുകളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദയവുചെയ്ത് നിങ്ങളിത് കേൾക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ലൈക്കും കമൻറ്റും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ദൈവനാമം മഹിമപ്പെടണം, ഈ വചനം എത്തണം. അത് ആളുകൾ വിശ്വാസത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ, വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ യാഥാർത്ഥ്യങ്ങളിലേക്ക് ദൈവജനം തിരിച്ചു വരുവാൻ തക്കോണം ഇതൊരു കാരണമായി തീരുവാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരെയും, ഓരോ സബ്സ്ക്രൈബറെയും, ഓരോ വ്യൂവറെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷ ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം കർത്താവ് മാത്രം മഹിമപ്പെടണം. അതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച വേദവചനം ഉത്തമയായ ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനേക വിവാഹമോചനങ്ങൾ നടക്കുന്ന ഈ കാലയളവിൽ, വിവാഹ ബന്ധങ്ങൾ വേർപിരിയുന്ന ഈ കാലയളവിൽ എങ്ങനെയാണ് ഒരു ഉത്തമയായ സ്ത്രീ ആയിരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. ഇന്നത്തെ വചനവും ഏതാണ്ട് അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. സംസാരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുന്നത്. അതിനാധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യമാണ് നാം പ്രാരംഭമായിട്ട് വായിക്കുന്നത്. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. ഇന്ന് ലോകമെങ്ങും ഇണകളെ തേടുന്ന ആപ്പുകൾ വളരെ സജീവമാണ്. ജോഡി ആപ്പ്, ഇണയെ കണ്ടെത്തുവാനുള്ള ആപ്പുകൾ വളരെ സജീവമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം ഒരിക്കലും മനുഷ്യന് ഒരു ഇണയെ കൊടുക്കുവാനായിട്ടല്ല തീരുമാനിച്ചിരിക്കുന്നത്. ഇണയെ ആവശ്യമായിരിക്കുന്ന മൃഗങ്ങൾക്കും പക്ഷികൾക്കുമെല്ലാമാണ് ഇണയെ ആവശ്യമായിരിക്കുന്നത്. മനുഷ്യന് ആവശ്യം ഒരു ഇണയെയല്ല, മനുഷ്യന് ആവശ്യം ഒരു തുണയാണ്. അതും ഒരു തക്ക തുണയാണ് ദൈവം കൊടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. ദൈവം ഏദൻ തോട്ടത്തിൽ ആദാമിനെ ആക്കിയതിന് ശേഷം, ആദാമിനെ സൃഷ്ടിച്ചു, ഏദൻ തോട്ടത്തിൽ അവനെ കൊണ്ടുവന്നാക്കി, എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്നാമെന്ന് പറഞ്ഞു. അതിനുശേഷം ദൈവം സൃഷ്ടിച്ച മൃഗങ്ങളെല്ലാം ആദാമിൻ്റെ മുൻപിലൂടെ വരിയായിട്ട് നടത്തി. ആദാം അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ ദൈവം നോക്കിക്കൊണ്ടിരുന്നു. ദൈവം എല്ലാ മൃഗങ്ങൾക്കും പേരിട്ടു. നമ്മൾ ഒരു 100 മൃഗങ്ങളുടെ പേര് ഓർത്ത് പറയണമെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് കഷ്ടമാണ്, നമുക്ക് അത്ര ഈസിയൊന്നും അല്ലത്. എന്നാൽ ദൈവം സൃഷ്ടിച്ച ആദിമ മനുഷ്യൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് അത് വളരെ ബൃഹത്തായിരുന്നു. അവൻ ലോകത്തിലുള്ള എല്ലാ മൃഗങ്ങൾക്കും പേരിട്ടു. പക്ഷേ എല്ലാ മൃഗങ്ങൾക്കും പേരിട്ടെങ്കിലും കൂട്ടിനായിട്ട് ഒന്നിനെ തന്നോട് ചേർത്ത് അവൻ വെച്ചില്ല. ദൈവം ഇതെല്ലാം നോക്കിയിരുന്നിട്ട് ദൈവം പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്ന് ദൈവം പറഞ്ഞു. തക്കതായൊരു ഇണയെയല്ല, തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ദൈവം പറയുകയുണ്ടായി. ഈ തുണ എന്ന വാക്കിന് തുണയാളി, കംഫോർട്ടർ, കാര്യസ്ഥൻ എന്നെല്ലാം അർത്ഥമുണ്ട്. മറ്റൊരു ദേവദാസിൻ്റെ ബുക്കിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയതാണ് എന്നാണ് അതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. അതായത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതേ വചനം തന്നെയാണ് ഈ തുണയാളി എന്നുള്ള വാക്കിന് ആദാമിനെ ഹവ്വയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് ആ പുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു. തിരുവെഴുത്ത് പരിശോധിച്ചപ്പോൾ അത് ശരി തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് നൽകും. അപ്പോൾ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥൻ എന്ന ഒരു വാക്ക് തന്നെയാണ് തുണയാളി എന്ന അർത്ഥം വരുന്ന ഈ തുണ എന്ന വാക്കിന് അവിടെ കൊടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് അണിയറയിൽ നടക്കുന്ന ശുശ്രൂഷയാണ്. അത് നമ്മളെ വളരെ സംയമനത്തിലും വളരെ താഴ്മയിലേക്കും വിശുദ്ധിയിലേക്കും അതുപോലെ തന്നെ ഫലങ്ങളിലേക്കും നമ്മളെ നയിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അത് മൃദുവായിട്ട് നമുക്ക് ഉത്തരം നൽകുകയും നമ്മുടെ വഴികൾ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്ന ഒരു തക്ക തുണ, ഒരു കംഫർട്ടർ ആണ് പരിശുദ്ധാത്മാവ്. അതുപോലെ തന്നെയാണ് ദൈവം സ്ത്രീയെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ തന്നെയാണ് അവളൊരു തക്ക തുണയാണ്. ഒരു പുരുഷന് അവൾ വിധേയപ്പെട്ടിരിക്കുമ്പോൾ അവൾ ഒരു തക്ക തുണയായിട്ട് പരിശുദ്ധാത്മാവ് ശുശ്രൂഷ ചെയ്യുന്നത് പോലെ അവൾ ഒരു പുരുഷനെ ശുശ്രൂഷ ചെയ്യുന്നത് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ആ നിലയിലാണ് ദൈവം അവളെ ആക്കി വച്ചിരിക്കുന്നത്. അതൊരു നിസ്സാര കാര്യമല്ല. യേശുക്രിസ്തുവിൻ്റെ തല ദൈവമായിരിക്കുന്നത് പോലെ സ്ത്രീയുടെ തലയാണ് പുരുഷൻ. ദൈവവചനം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സ്ത്രീയുടെ തലയാണ് പുരുഷൻ. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, എന്നാൽ ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം.
ഇവിടെ സ്ത്രീകൾ എന്തുകൊണ്ടാണ് സഭയിൽ മൂടുപടം ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് തിരുവെഴുത്ത് പറയുന്നത്? കാരണം സഭയിൽ മഹത്വം എടുക്കേണ്ടത് യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിനാണ് മഹത്വം കൊടുക്കേണ്ടത്. പുരുഷനോ സ്ത്രീക്ക് അവിടെ മഹത്വമില്ല. അപ്പോൾ തിരുവെഴുത്ത് പറയുകയാണ്, അതൊരു മർമ്മമാണ്, അതൊരു വെളിപ്പാടാണ്. ഒരു പക്ഷേ ദൈവം അനുവദിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് നമുക്ക് പിന്നീട് എടുക്കാവുന്നതാണ്. അപ്പോൾ സ്ത്രീയുടെ തലയാണ് പുരുഷൻ, പുരുഷൻ്റെ തലയാണ് ക്രിസ്തു. അപ്പോൾ നമ്മളത് ചിന്തിച്ചു വേണം, ഒരു സഭയിൽ കൂടി വരുമ്പോൾ ആ സ്ത്രീയുടെ തലയെന്ന് പറയുന്നത് പുരുഷനാണ്, പുരുഷൻ്റെ തല ക്രിസ്തുവാണ്. അപ്പോൾ പുരുഷൻ്റെ തല ക്രിസ്തു ആയിരിക്കുന്നുണ്ട്, ക്രിസ്തു അവിടെ മറയ്ക്കപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ സ്ത്രീയുടെ തല പുരുഷനായതുകൊണ്ട് പുരുഷൻ അവിടെ മറയ്ക്കപ്പെടണം, അവിടെ മഹത്വം ദൈവത്തിന് കിട്ടണം. അതുകൊണ്ടാണ് സ്ത്രീ തല മൂടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവവചനം നമ്മളോട് അനുശാസിക്കുന്നത്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വചനം പറയുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന അനേക സഹോദരിമാർ അവരുടെ തലയിൽ ഒരു ഷാൾ പോലും ഇല്ലാതെ വളരെ അലംഭാവത്തോടു കൂടിയല്ല, വളരെ കെയർലെസ് ആയിട്ട് അവർ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ഒരു മഹത്വമേറിയ ഒരു കാര്യമാണ് ദൈവവചനത്തെ അനുസരിക്കുക എന്നുള്ളത്. യേശു എപ്പോഴും പിതാവിന് കീഴ്പ്പെട്ട് പ്രവർത്തിച്ചതുപോലെ ഒരു സ്ത്രീ പുരുഷന് കീഴ്പ്പെട്ടിരുന്ന് പ്രവർത്തിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച്, സഹോദരിമാരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. അവിടെയാണ് അവളുടെ മഹത്വം വെളിപ്പെടുന്നത്, അവിടെയാണ് അവളുടെ ശുശ്രൂഷ വെളിപ്പെടുന്നത്. എന്നാൽ എവിടെ ഒരു സ്ത്രീ പുരുഷന് വിധേയപ്പെടാതെ, വിനയപ്പെടാതെ, അനുസരിക്കാതിരിക്കുന്നു, അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കും. ഏതെൻ തോട്ടത്തിൽ സംഭവിച്ചും അത് തന്നെയാണ്. കാരണം തക്ക തുണയായിട്ട് ദൈവം വെച്ച ഹൗവ പിശാച് ഏതെൻ തോട്ടത്തിലേക്ക് വന്നു. ഇന്ന് കാണുന്ന പാമ്പിൻ്റെ രൂപത്തിലൊന്നും അല്ല അവൻ അന്ന് വന്നത്. അവൻ സംസാരിക്കാൻ നല്ല കഴിവുള്ളവനായിട്ട് അവൻ വന്നു. ഏതെൻ തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, അന്വേഷിച്ചു. അവിടെ ഏതെൻ തോട്ടത്തിന് കാവൽ ചെയ്യാനും കൂടിയാണ് അവരെ ആക്കി വെച്ചിരിക്കുന്നത്. തോട്ടത്തിലേക്ക് പ്രവേശിക്കാൻ കൂടി അനുവദിക്കാൻ പാടില്ലായിരുന്നു. പ്രവേശിക്കാൻ അനുവദിച്ചു. തോട്ടത്തിൽ വന്നു. തൻ്റെ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ഹൗവ ഈ പാമ്പുമായിട്ട് സംസാരിച്ചു. ഈ വഞ്ചകനായ പിശാചുമായിട്ട് സംസാരിച്ചു. അങ്ങനെ അവിടെ സംസാരം നീണ്ടു പോയി. തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലമൊന്നും തിന്നണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലേ? ഇല്ലല്ല, എല്ലാത്തിൻ്റെയും ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറയുകയാണ്, പിശാച് പറയുകയാണ്, അയ്യോ അത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും, അതുകൊണ്ടാണ് ദൈവം അത് തിന്നരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ത്രീ നോക്കി, ആ പഴം അഴകുള്ളത്, കാണുവാൻ മനോഹരമാണ് എന്ന് കണ്ടു. എന്നാൽ ദൈവം സൃഷ്ടിച്ച എല്ലാ പഴങ്ങളും മനോഹരമാണെന്ന് അതിൻ്റെ തൊട്ട് മുൻപ് എഴുതിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന കാറിനേക്കാളും തൊട്ടപ്പുറം കിടക്കുന്ന മാരുതി കാറായിരിക്കും ഏറ്റവും നല്ലതെന്ന് നമുക്ക് തോന്നുക. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അന്നത്തെയും പ്രത്യേകത അത് തന്നെയാണ്. നമുക്കുള്ളതിനേക്കാൾ മെച്ചമായതാണ് മറ്റുള്ളവരുടെ എന്ന് നമുക്ക് തോന്നുന്ന ഒരു നിലപാടിലേക്ക് സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹൗവയ്ക്ക് മറ്റുള്ള പഴങ്ങളെക്കാളും ഈ പിശാച് സംസാരിച്ചപ്പോൾ ഈ പഴത്തിൻ്റെ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് തോന്നി. ഏത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യണമെന്നാണല്ലോ മനുഷ്യൻ്റെ ഒരു താല്പര്യം ഇരിക്കുന്നത്. അപ്പോൾ കള്ള് കുടിച്ചാൽ ആരോഗ്യം നഷ്ടപ്പെടും, ഹൃദയം നശിച്ചു പോകും, കിഡ്നി നശിച്ചു പോകും എന്നൊക്കെ ലേബലെല്ലാം വെച്ചിട്ടുണ്ട്. സിഗരറ്റ് വലിച്ചാൽ അത് ഹാനികരമാണെന്നറിയാം, പക്ഷെ അത് വലിക്കുന്നതാണ് മനുഷ്യനിഷ്ടം. നിയമങ്ങൾ ലംഘിക്കുക എന്നുള്ളതാണ് മനുഷ്യനിഷ്ടം. അതുപോലെ ഹൗവ തൻ്റെ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ഈ പാമ്പുമായിട്ട് സംസാരിക്കുകയും ആ സംസാരം നീണ്ടു പോയപ്പോൾ ഭർത്താവിൻ്റെ അനുമതി ഇല്ലാതെ, അനുവാദം ചോദിക്കാതെ ഈ പാമ്പ് പറഞ്ഞനുസരിച്ച് അവൾ ഈ പഴം പറിച്ച് തിന്നുകയും ചെയ്തു. വലിയ കുഴപ്പത്തിലേക്ക് പോയി. ഒന്ന്, ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ഈ പാമ്പുമായിട്ട് സംസാരിക്കാനേ പാടില്ലായിരുന്നു. ഇന്ന് അനേക സഹോദരിമാരും ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ചില സംസാരങ്ങൾ ആരംഭിച്ചു തുടങ്ങുന്നു. അത് നിമിഷങ്ങളാകുന്നു, മിനിറ്റുകളാകുന്നു, മണിക്കൂറുകളാകുന്നു. പിന്നീട് അത് കൂടുതൽ കൂടി വരുന്നു. ഒടുവിൽ അത് വലിയ കുഴപ്പത്തിലേക്കും പാപത്തിലേക്കും ചെന്നെത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏതെൻ തോട്ടത്തിലെ ഹൗവയ്ക്ക് പറ്റിയ പരാജയം അത് തന്നെയാണ്. ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഭർത്താവുമായിട്ട് ആലോചിച്ചില്ല. 1 തീമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ, ആദം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹൗവ. ആദമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. അപ്പോൾ സഹോദരിയാണ് ആദ്യമേ തന്നെ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്, ആദാമല്ല. ആദാമിൻ്റെ അനുവാദത്തോടു കൂടിയോ അനുമതിയോടുകൂടിയോ അല്ലായിരുന്നു ആ പഴം പറിച്ചു തിന്നത്. എന്നാൽ അവളുടെ സ്നേഹസമ്പന്നയായ ഭാര്യ കൊണ്ട് കൊടുത്തപ്പോൾ ഇവനത് വാങ്ങിച്ച് തിന്നു. അങ്ങനെ അവനും പാപം ചെയ്തു. അങ്ങനെ രണ്ടുപേരും പുറത്താക്കപ്പെട്ടു. രണ്ടുപേരുടെയും ജീവിതം തകർന്നു. തരിപ്പണമായി. ദൈവമായിട്ടുള്ള ഫെലോഷിപ്പ് നഷ്ടപ്പെട്ടു. എല്ലാ നിലയിലും അനുഗ്രഹങ്ങളെല്ലാം പോയി ശാപത്തിലേക്ക് അവർ വരുവാൻ തക്കോണം ഇടയായിട്ട് തീർന്നു. ഇവിടെ ഒരു ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെടുമ്പോൾ ദൈവവചനത്തിൻ്റെ അധികാരത്തിലേക്ക് അവൾ വരിക, ദൈവവചനത്തിൻ്റെ അനുസരണത്തിലേക്ക് അവൾ വരിക. അങ്ങനെ അവൾ വരുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയൊരു ശക്തിയുടെ സ്വാധീന വലയത്തിൽ അവൾ ആയിത്തീരുകയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ സ്വാധീന വലയത്തിൽ ദൈവം അവളെ പ്രൊട്ടക്റ്റ് ചെയ്യും. കാരണം അവളുടെ ഭർത്താവിനെ അവൾ വിധേയപ്പെടുമ്പോൾ, അവൾ അനുസരിക്കുമ്പോൾ അവൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീയായിട്ട്, ഒരു സഹോദരിയായിട്ട് മാറുകയാണ്. അങ്ങനെ അനുസരിക്കുന്ന പക്ഷം മാനസാന്തരപ്പെടാത്ത പല ഭർത്താക്കന്മാരെയും മാനസാന്തരത്തിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായിട്ട് തരും. ഇന്ന് അനേക കുഴപ്പക്കാരായ ഭർത്താക്കന്മാർ മാനസാന്തരപ്പെടാതിരിക്കുന്നതിന് ഒരു കാരണം ഈ കീഴടങ്ങാത്ത സഹോദരിമാരുടെ പെരുമാറ്റങ്ങളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
ഒരു സഹോദരി ഭർത്താവിന് കീഴടങ്ങുമ്പോൾ വാസ്തവത്തിൽ അവൾ പരാജയപ്പെടുകയല്ല. ഇന്ന് പറയുന്നത് എന്താണ്? തുല്യത വേണം, ഇന്ന് അടിമയായിരിക്കാൻ പാടില്ല എന്നെല്ലാമാണ് പറയുന്നത്. പക്ഷേ തനിക്ക് ദൈവം നിയമിച്ചാക്കിയിരിക്കുന്ന ഭർത്താവിന് ഒരു സഹോദരി കീഴ്പ്പെടുമ്പോൾ വാസ്തവത്തിൽ അവൾ ജയാളിയാവുകയാണ്, അവൾ പരാജയപ്പെടുകയല്ല. പക്ഷേ അതിന് പകരം പിശാച് വഞ്ചിച്ചുകൊണ്ട് നീ കീഴ്പ്പെടേണ്ട ആവശ്യമില്ല, നിനക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിനക്ക് ജോലിയുണ്ട്, നിനക്ക് കഴിവുണ്ട്, നിനക്ക് പ്രാപ്തിയുണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുടുംബത്തെ തകർക്കുവാൻ തക്കവണ്ണം സാത്താൻ പണിപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് സാത്താൻ ഒരു സ്ത്രീയെ വഞ്ചിക്കുന്നത് അനുസരണക്കേടിലൂടെയാണ്. ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, ഈ വീഡിയോ എടുക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ തന്നെ പിശാച് ഒരു 15-20 പ്രാവശ്യങ്ങളിലേക്ക് എനിക്ക് തടസ്സം ഉണ്ടാക്കുവാൻ ഇടയായിട്ട് തീർന്നു. കറണ്ട് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. അത് അവന് ഒട്ടും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ പിശാചിന് അത് ഭയങ്കരമായിട്ട് കൊള്ളും. കാരണം അവൻ്റെ കോട്ടയിൽ നിന്ന് ചിലതെല്ലാം ദൈവത്തെങ്കിലേക്ക് തിരികെ വരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. അത് അവനറിയാവുന്നത് കൊണ്ട് അവൻ എല്ലാ നിലയിലും അതിനുള്ള എല്ലാ ബ്ലോക്കുകളും ചെയ്യുവാനായിട്ട് സാധിക്കും. ഇന്ന് സാത്താൻ സ്ത്രീയെ വഞ്ചിക്കുന്നത് അനുസരണക്കേടിലൂടെയാണ്, ഭർത്താവിന് വിധേയപ്പെടാതിരിക്കുന്നതിലൂടെയാണ് അനുസരണക്കേടിലൂടെ അവിടെ സാത്താൻ വഞ്ചിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. സദൃശവാക്യങ്ങൾ 20-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, ഷണ്ടയും ദുശീലവുമുള്ള സ്ത്രീയോടുകൂടെ പാർക്കുന്നതിലും നിർജ്ജന പ്രദേശത്ത് പോയി പാർക്കുന്നത് നല്ലത്. എപ്പോഴും കുഴപ്പവും വഴക്കും അടിപിടിയും എല്ലാമായിട്ടുള്ള ഒരു വീട്ടിൽ എങ്ങനെ കഴിയാനായിട്ട് പറ്റും? ഏത് നേരത്തും വഴക്കായി, എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വീട്ടിൽ എങ്ങനെ കഴിയാൻ? അതിലും ഭേദം മരുഭൂമിയിൽ പോയി താമസിക്കുകയാണെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. നേരെ മറിച്ച് ദുശീലമില്ലാത്ത സൽഗുണയായ ഗുണവതിയായ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കുമ്പോൾ അവൾ ഭർത്താവിന് ഒരു രാജകിരീടം അണിയിക്കുക, അവളുടെ വീട് ഒരു കൊട്ടാരം പോലെ ആക്കി തീർക്കുക. അത് ഒരു കുടിലായിക്കോട്ടെ, ഒരു ഓട് വീടായിക്കോട്ടെ, ഒരു ടെറസ് വീടായിക്കോട്ടെ, ഒരു ആസ്ബസ്റ്റോസ് ഷീറ്റ് മേഞ്ഞ വീടായിക്കോട്ടെ, എന്തു തന്നെയാണെങ്കിലും അതൊരു രാജകൊട്ടാരമാക്കുവാൻ ഒരു സഹോദരിക്ക്, ഒരു സ്ത്രീക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. സദൃശവാക്യങ്ങൾ 12-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം, നാണം കെട്ടവളോ അവൻ്റെ അസ്ഥികൾക്ക് ദ്രവത്വം. ഇപ്പോഴും കണ്ടുപോയി. നാണം കെട്ട ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഭർത്താവിനെ ബോൺ ക്യാൻസർ പോലെയാണ്, ദ്രവിപ്പിക്കുന്നതാണ്, അതിനെ കുഴപ്പത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. സൽഗുണയായ ഒരു ഭാര്യയുടെ അനേക സ്വഭാവവിശേഷങ്ങൾ നമുക്ക് സദൃശവാക്യങ്ങളിൽ തന്നെ 30-ാം അധ്യായം വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അവളുടെ ഹൃദയം ഭർത്താവ് വിശ്വസിക്കുന്നു, അവളുടെ കൈ എളിയവർക്ക് തുറന്നു കൊടുക്കുന്നു, അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അവളുടെ നാവ് ദയയുള്ളതാണ്, മറ്റുള്ളവരുടെ അവൾ അനുകമ്പയുള്ളവളാണ്. എല്ലാ സ്ത്രീകളും പെൺകുട്ടികളും ഇത് മനസ്സിലാക്കുകയും പ്രത്യേകിച്ച് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്ന യുവാക്കന്മാർ ഒരു തക്കതായ തുണയെ ലഭിക്കുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അവളുടെ കൈകൾ വിശുദ്ധമാണ്, അവളുടെ ഹൃദയം വിശുദ്ധമാണ്, അവളുടെ കൈകൾ പരിപരുത്തതാണ്, അവളുടെ നാവ് മൃദുവായതാണ്, അവൾ കൊടുക്കുന്ന ഉത്തരയെല്ലാം മൃദുവായതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അശുദ്ധ ഹൃദയമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഭർത്താവിനെ കൂടാതെ മറ്റു പലരെയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരുവളാണ്. ഗുണവതിയായ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിന് ഒരു തക്ക തുണയാണ്. ഭർത്താവിൻ്റെ ജീവിതവൃത്തിക്കനുസരിച്ച് അവൾ കാര്യങ്ങളെ ക്രമീകരിക്കുന്നു. ആർഭാടങ്ങളില്ലാതെ, ദുർച്ചെലവുകളില്ലാതെ കുടുംബത്തെ ക്രമീകരിക്കാനായിട്ട് അവൾ ആഗ്രഹിക്കുന്നു. ചെറിയ ശമ്പളമുണ്ടെങ്കിൽ ആ രീതിയിലും, വലുതായിട്ട് വരുമ്പോൾ ആ രീതിയിലും അവൾ മുന്നോട്ട് പോകുന്നത് കാണുവാനായിട്ട് സാധിക്കും. പാഴ്ചെലവുകൾ ഒഴിവാക്കുന്നു. തൻ്റെ ഭർത്താവ് ദേശത്ത് ഒരു വിശ്വസ്ത ദാസനായിട്ട്, വിശ്വസ്ത ക്രിസ്തീയ വിശ്വാസിയായിട്ട് ജീവിക്കുവാൻ തക്കോണം, അവൾക്ക് ആ ഭർത്താവിന് എല്ലാ സപ്പോർട്ടും കൊടുക്കുവാൻ തക്കോണം അവൾ ഒരുങ്ങിയിരിക്കുന്നു. അവളൊരു നല്ല ഭാര്യയായിരിക്കും, ഒരു നല്ല അമ്മയായിരിക്കും, അവൾ തക്ക ഒരു തുണയായിരിക്കും. ഇന്ന് ഇണയെ തേടുന്ന സഹോദര, നീ ഒന്ന് ആലോചിക്കുക. നിനക്ക് ആവശ്യമായിരിക്കുന്ന ഒരു ഇണയല്ല, നിനക്ക് ആവശ്യമായിരിക്കും തക്കതായ ഒരു തുണയാണ്. നീ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. വിശ്വാസികളായ സഹോദരന്മാരെ, വിശ്വാസികളായ നല്ല സഹോദരിമാരെ നിങ്ങൾക്ക് തുണയായിട്ട് ലഭിക്കുവാൻ തക്കോണം, നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ആ നന്മ നിങ്ങളുടെ കൈകളിൽ എത്തുവാൻ തക്കോണം ദൈവവരങ്ങളെ ഏൽപ്പിച്ച് നിങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന തക്കതായ തുണയെ നൽകി നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് ഈ വചനകേൾവി അതിന് മുഖാന്തരമായി തീരട്ടെ. ദൈവനാമം എല്ലാ നിലയിലും മഹത്വപ്പെടുവാൻ തക്കോണം ഇടയായിട്ട് കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.